ഞാൻ ഡോക്ടർ ലിയാമോൾ ബിജു. ഈ ഇടയ്ക്ക് ഞാനൊന്ന് മലേഷ്യ വരെ പോയിരുന്നേ. ആ സമയത്ത് എടുത്ത കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ടൊന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ മെയിനായിട്ട് കുറച്ച് ഫുഡ് എക്സ്പ്ലോറേഷനും സ്ട്രീറ്റ് എക്സ്പ്ലോറേഷനും ഒക്കെ ഉണ്ട്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചൈന ടൗൺ അല്ലെങ്കിൽ പെൻറ്റലിംഗ് സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ ഒത്തിരി സ്ട്രീറ്റ് ഷോപ്പിംഗ്സ് ഉണ്ട്, ഒത്തിരി ഫുഡ് ഐറ്റംസ്, അതായത് ഒത്തിരി സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഉള്ള ഒരു പ്ലേസാണ്. അപ്പം നമുക്ക് നല്ല രീതിയിലൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പം നമ്മളൊരു ചെറിയ ഷോപ്പിൽ വന്നു. ഈ ഒരു ഷോപ്പിൽ ഒരു ഫുഡാണ് കേട്ടോ ഇത്. വേറെ ഒന്നുമില്ല, നമ്മുടെ സ്ട്രോബെറിയും വേറെ കുറച്ച് ഫ്രൂട്ട്സും ഗ്രേപ്സും ഒക്കെ അങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്തായാലും ഒരെണ്ണം വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ ഹണിയായിട്ട് അവർ ടോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഹണി താങ്കുലു. കൊള്ളാം. കഴിച്ചു നോക്കിയിട്ടുള്ള ജിത്തിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് വേണം ഞാൻ കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. എന്താണ് അവസ്ഥ ജിത്തി, കഴിക്കണോ വേണ്ടയോ? ഓക്കെ, മധുരമാണ്, നോർമൽ സാധനമാണ്. അപ്പം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ ഓക്കെ, പഞ്ചസാര പാനിക്കകത്ത് മുക്കി ഹാർഡൻ ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജിത്തി കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഇതാക്കാം. എനിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് അറിയാം ഏത് പണിയാണോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ വന്ന് ഈ ഷോപ്പിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഫുള്ളി പാക്ഡ് ആയിട്ട് ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. സോ നമ്മൾ വിചാരിച്ചു ഈ ഒരു ഫുഡൊന്ന് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വേഗം പോയി ഒന്ന് അടുക്കളയിൽ ട്രൈ ചെയ്ത് നോക്കാനോ സ്വിഗ്ഗിയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചുമ്മാ ഒന്നറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്? എനിക്കിഷ്ടമാണ് കേട്ടോ. അത് കുക്ക് ചെയ്യുന്നത് കാണാൻ മാത്രമല്ല, അതിങ്ങനെ ഇടയ്ക്ക് ആ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഞാൻ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വറുത്തെടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിന് ബാർബിക്യൂ ചെയ്ത് തരും. നമുക്ക് മീഡിയം വേണമെങ്കിൽ മീഡിയം സ്പൈസിലല്ലാതെ ആണെങ്കിൽ പിന്നെ ബോയിൽ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ ബോയിൽ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും ഒരു ബാർബിക്യൂ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിക്കൻ ബാർബിക്യൂ വന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചു നോക്കാം. അതിൻ്റെ കൂടെ സോസ് അല്ല, പക്ഷെ വേറെ എന്തൊരു സാധനമാണ് അവർ ഒഴിച്ച് വന്നിരിക്കുന്നത്, അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നോക്ക്, ഇവിടെ നിൽക്കുന്ന എന്തിനാണെന്ന് അറിയാം, ക്യൂ ആണ്. ഇവിടെ കയറാനുള്ള ക്യൂ ആണ്. അപ്പോൾ നമ്മളും എന്തായാലും ഇത്ര ആളുകൾ നിന്നിട്ട് എമ്മയായിട്ട് അടിച്ച് കയറ്റുമ്പോൾ നമ്മൾക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് പറയാൻ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഫുഡ് വാങ്ങാൻ വേണ്ടി നിന്നു, പക്ഷേ എന്താന്ന് പറയട്ടെ, വെയിറ്റിംഗ് ലിസ്റ്റ് 52ാമത്തെയാണ് തന്നിരിക്കുന്നത്. ക്ലേ പോട്ട് ചിക്കൻ റൈസ് ആൻഡ് പോർച്ചുഗീസ് ഗ്രിൽ ഫിഷ്, അതിനുവേണ്ടിയാണ് ഇത്ര ആളുകൾ ക്യൂ നിൽക്കുന്നത്. ഒരു വലിയ ക്യൂ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫുള്ളാണ് കേട്ടോ അവിടെ. അപ്പം ഇതാണ് നമ്മുടെ പോർച്ചുഗീസ് ഗ്രിൽ ഫിഷ് ചെയ്യുന്നത്. പലതും പല ഐറ്റമായിട്ട് ചെയ്യുന്നുണ്ട്. റെസിപ്പി ഒന്നും ഇതുവരെ പിടിയിട്ടില്ലെങ്കിലും വേണ്ട. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പം അടിപൊളിയായിട്ട് ഇവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ല ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ അതിലാണിതാ, ഇങ്ങനെയാണ് ക്ലേ പോട്ട് ചിക്കൻ റൈസ് തയ്യാറാക്കുന്നത്. അവർ കണ്ണിലെടുത്തിടുന്നുണ്ട്, അതിൻ്റെ മുകളിൽ പോട്ട് വെച്ച് വേഗം സെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്തൊക്കെയോ സോസുകൾ ഒഴിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വിൽ ട്രൈ ഇറ്റ് ഔട്ട്. ഉറപ്പായിട്ട് ഞാനിതൊന്ന്, എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഞാനിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ജ്യൂസ് വന്നിട്ടുണ്ട്.
പുള്ളിക്കാരി തായിലാണ് പറഞ്ഞത്. ഞാനും പുള്ളിക്കാരിയും തമ്മിൽ എല്ലാ കോൺവെർസേഷനും നടക്കുന്ന കണ്ടിട്ട് ജിതിൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അല്ലേ ഇത്തി, എന്താ തോന്നുന്നത്? അങ്ങനെ എന്താ തോന്നുന്നു ജിതിക്ക്? നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും? കാണിച്ചു കൊടുത്താൽ മതി. പലപ്പോഴും ഞാൻ അറ്റ്ലീസ്റ്റ് എഴുതി വെച്ചിട്ടെങ്കിലും മനസ്സിലാക്കാവുന്ന ഭാഷ. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ റൈസ് വന്നിട്ടുണ്ട്. അപ്പൊ ജിത്തി ഇത് ആദ്യം കഴിച്ചു നോക്കും. ചിരിക്കട്ടെ എല്ലാവരും, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, അല്ലാതെ എന്ത് ചെയ്യാനല്ലേ? അല്ലേ ഇത്തി? ജിത്തി തലയാട്ടുന്നുണ്ട്. കുറച്ച് ഉറക്കം പറയടാ. അതെ, ശരിക്കും ഇവളല്ല ഫുഡ് ബ്ലോഗർ, ഞാനാണ് ശരിക്കും ഫുഡ് ബ്ലോഗർ ആകേണ്ടത്. ബേസിക്കലി ഞാനാണ് എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യുന്നത്, എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടേതായ ടേസ്റ്റുകൾ പരീക്ഷിക്കുന്നത്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹോട്ട് ക്ലേ പോട്ട് ചിക്കനാണ്. ബേസിക്കലി ചിക്കൻ റൈസാണ്. ചെറിയൊരു പോർഷനാണ്, സ്മോൾ പോർഷൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലതായിരിക്കും എന്നാണ് പ്രതീക്ഷ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും മനുഷ്യർ ഇവിടെ, ഇഷ്ടംപോലെ മനുഷ്യർ കഴിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പോർച്ചുഗീസ് ഫിഷ് ഗ്രില്ലാണ്. അത് വന്നിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും പരീക്ഷിച്ച് നോക്കാം. ബാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം പറയാവുന്നതാണ്. ഞാനെന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ബേസിക്കലി ആക്ച്വലി നല്ലതാണ്, ബേസിക്കലി നല്ല ടേസ്റ്റാണ്. ഞാൻ ആക്ച്വലി സ്പൈസിയാണ് പറഞ്ഞത്. ഇവരുടെ സ്പൈസി എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഒന്നും തോന്നത്തില്ല. ഓക്കെ, ഞാനിതിനു മുമ്പ് വേറൊരു ഐറ്റം ഓർഡർ ചെയ്ത് ചെക്ക് ചെയ്തിരുന്നു. അത് ആക്ച്വലി മീഡിയം പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മധുരമാണ്, പ്രസരിപ്പ് കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ തവണ സ്പൈസിയാണ് പറഞ്ഞിരുന്നത്. ദിസ് ഇസ് നമുക്ക് മോഡറേറ്റ്ലി, ദർ ഇസ് നത്തിങ്, ഒരു സ്പൈസിനെസ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ മോഡറേറ്റ് ആണ്, നല്ലൊരു ഫുഡാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ബേസിക്കലി സോസ്, ചിക്കനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഓണിയൻ്റെ ചെറിയൊരു ഫ്ലേവറിങ് വരുന്നുണ്ട്. പിന്നെ റൈസിൻ്റെ ഫ്ലേവറിങ് ആണ്. ബേസിക്കലി ആ സോസിൻ്റെ ഇതാണ് കിട്ടുന്നത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്നൊരു സംഭവമാണ്. ഗ്യാരണ്ടി ആയിട്ട് പറയാവുന്ന കേസാണ്. ഓക്കെ, അതിനാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ആരെങ്കിലും തായ്ലൻഡോ മലേഷ്യയോ ഈ ഏരിയയിലെല്ലാം ഇത് കിട്ടുന്നതാണ്. ഇത് ശരിക്കും ചൈനീസ് ഇതാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വേറെ പോർച്ചുഗീസ് ഇതാണ് നമ്മൾ പറഞ്ഞ പോർച്ചുഗീസ് ഗ്രിൽഡ് ഫിഷ്. ഓക്കെ, ഇതന്നേരം ഇതിനകത്ത് ഇവർ ആക്ച്വലി വെണ്ടക്കയും നമ്മുടെ ബീൻസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് അവർ ഇത് ഗ്രില്ല് ചെയ്യുന്ന രീതി. നല്ല രസമാണ്, നിങ്ങൾ കണ്ടു നോക്കുക, നല്ല രസമാണ്. അലുമിനിയം ഫോയിലിനകത്ത് വെച്ചിട്ട് അവർ ഡയറക്റ്റ്ലി ഹീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണ്. ഫ്ലേവറിങ്ങും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ട് ഞാനതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ചെറിയൊരു പീസ് ദൈവമേ നല്ലതായിരിക്കണേ. മോശമല്ല, എന്തോ ഒരു കുത്തുന്ന ഫ്ലേവറിങ് ഉണ്ട് എനിക്കിതിനകത്ത്. മോശമെന്ന് പറയാൻ പറ്റത്തില്ല, നല്ല സംഭവമാണ്. എന്തോ ഒരു ഫ്ലേവറിങ്, നമുക്ക് പരിചയമില്ലാത്തൊരു ഫ്ലേവറിങ് ഒരു കുത്തില്ല. സാധാരണ എരിവില്ല, ഭയങ്കര ഉപ്പ് പുളിയുണ്ട്. ബേസിക്കലി പുളി കാര്യമായിട്ട് വരുന്നുണ്ട്. ഒരു ചൈനീസ് എന്തോ ഒരു ഫ്ലേവറിങ് അഡീഷനൂടെ ഉണ്ട്. സോഫ്റ്റാണ്, നന്നായി ടെൻഡറായിട്ടുണ്ട്. ഫിഷ് നല്ല അടിപൊളി ഫിഷാണ്, ഫ്രഷ് ഫിഷാണ്. നമുക്കത് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫ്ലേവറിങ്ങിൽ ഒരു കുത്തലുണ്ട്. നമ്മൾ ഈ സാധാരണ രീതിയിൽ നമ്മൾ കുരുമുളക് കൊത്തിരിയിട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുത്തൽ വരത്തില്ലേ, അങ്ങനെ ഒരു കുത്തൽ. അത് എന്തിൻ്റെ ഫ്ലേവറിങ് ആണെന്ന് അറിയത്തില്ല. ഇവരുപയോഗിക്കുന്ന എന്തെങ്കിലും പ്രത്യേകതരം ചില്ലീസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ വെറൈറ്റിയാണ്, മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേസാണ്. Yeah, right.
ട്രൈ ചെയ്യാം, ഉറപ്പായിട്ട് ട്രൈ. എനിക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓക്കെ പറയാം. നല്ല സീരിയസ്ലി നല്ല ഫ്ലഫിയാണ് ബേസിക്കലി. ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്മാർ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ടും ഇഷ്ടം പോലെ ആൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്യൂ കണ്ടിട്ടാണ് ഞങ്ങളും ഒന്ന് നോക്കിയതൊക്കെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഒന്ന് നോക്കിക്കളയാം എന്ന് വിചാരിച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ ഫുഡ് എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണേ. റൂമുണ്ട്, 85 റൂമുണ്ട്, 75 റൂമുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. നിങ്ങളും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലുമൊക്കെ സ്ട്രീറ്റ്സിലൂടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഓർമ്മകൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, പ്രാഡോ അങ്ങനെയുള്ള പല പ്രീമിയം ബ്രാൻഡുകളുടെയും ഫസ്റ്റ് കോപ്പി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങുക. അപ്പം നമ്മൾ ഒത്തിരി സാധനങ്ങളൊന്നും ഇവിടുന്ന് വാങ്ങിക്കൂട്ടുന്നില്ല, കാരണം നമ്മൾ ഇത് കഴിഞ്ഞ് അടുത്ത രാജ്യത്തേക്ക് പോവുകയാണ്. സോ ഒബിയസ്ലി ഞങ്ങൾക്ക് അത്രയും വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നീട് ഞങ്ങൾക്ക് അതൊരു മെനക്കേടാവും. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ വേറെ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു, എന്നാലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ മെയിനായിട്ട് പറയാൻ തോന്നിയിട്ടുള്ളത് വൃത്തിയാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാ സ്ട്രീറ്റുകളിൽ ഇരിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ എന്താ പറയുക, സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറേഷന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ, കുറച്ചൊരു വൃത്തി പ്രശ്നം കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. പലതും നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോകുന്ന പോലെയാണ് പല സ്ഥലത്തും കയറിയപ്പോൾ തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാതൃകയാക്കാൻ പറ്റുന്നുണ്ടോ? നടക്കില്ല എന്നൊന്നും പറയരുത്. എൻ്റെ നാടെന്ന് പറയുന്നത് ബത്തേരിയാണ്. അപ്പം അവിടെ നമ്മുടെ സ്ട്രീറ്റ്സൊക്കെ കാണാൻ വേണ്ടി നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും നമുക്ക് അഡാപ്റ്റ് ചെയ്താൽ നല്ലതാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ ലൊക്കാലിറ്റിയിലൊക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കണേ. നമ്മളിപ്പോൾ കുറേ നേരമായി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഇനി അടുത്ത എന്തൊക്കെയോ ഫുഡുകൾ ജിതി ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്താ ട്രൈ ചെയ്യാവുന്നതാണ്. പീച്ചും അവരുടെ ഒരു സ്പെഷ്യൽ ടീ ആണ്, ലോങ് ടീ, അതിനകത്ത് മിക്സ് ചെയ്താണ് വരുന്നതെന്ന് പറഞ്ഞത്. ഐസ് ടീ ആണ് ബേസിക്കലി. പക്ഷേ ഇവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുമോ, നമ്മുടെ നാട്ടിലെല്ലാവരും ജസ്റ്റ് അടയ്ക്കുന്നതാണ്. ഇത് ഇവർ കറക്റ്റ് സീൽ ചെയ്യുന്ന, എന്നിട്ട് ടോപ്പ് നോക്കി കറക്റ്റായിട്ട് സീൽ ചെയ്താണ് തരുന്നത്. സോ നമുക്ക് ഇത് കുത്തി ഇറക്കാവുന്ന രീതിയിലുള്ള സ്ട്രോയും ആണ് തരുന്നത്. ക്വാളിറ്റിയുള്ള സാധനമാണ്, നല്ല സംഭവമാണ്. ഇതിന് 5 റിങ്കറ്റാണ് പറഞ്ഞത്. നമ്മളെന്തായാലും നോക്കാം, കുടിച്ചു നോക്കാം. ഓക്കെ, അടിപൊളി സാധനം, മസ്റ്റ് ട്രൈ. നല്ല അടിപൊളി പീസ്, ഫ്രഷ് പീച്ചാണിത്. അവർ സ്ലൈസ് ചെയ്തിട്ട് ഈ ടീയുടെ കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഈ ബോൾ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കത്തില്ലേ, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ബോൾ ഗ്രേപ്പ് ജ്യൂസിന് ടേസ്റ്റ് അല്ല, പീച്ചിൻ്റെ ടേസ്റ്റാണ് നമുക്ക് നന്നായി കിട്ടുന്നത്. ആ ഒരു ലോങ് ടീ എന്ന് പറയുന്നത് ബേസിക്കലി ഗ്രീൻ ടീ അല്ല, ഒരു ഇച്ചിരി സ്വീറ്റ്നെസ് ഉള്ളൊരു ടീ ആണ്. അതിൻ്റെ കൂടെ അവർ പീച്ച് കൂടെ ആഡ് ചെയ്തപ്പം ഇറ്റ്സ് വണ്ടർഫുൾ, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ ആരെങ്കിലും ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചതാണ്. ഇതിൻ്റെ പേരാണ് സ്നേക്ക് സ്കിൻ ഫ്രൂട്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇതിൻ്റെ തൊലി കാര്യങ്ങൾ കണ്ടോ? ഇത് കറക്റ്റ് എന്താ ഒരു പാമ്പിൻ്റെ തൊലിയുടെ കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്നേക്ക് സ്കിൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതിൻ്റെ ഒരു ടേസ്റ്റ് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് പോലെ എന്നാണ് ഞാൻ ചോദിച്ചിരുന്നു. കാരണം ദുരിയൻ പോലെ ആണെങ്കിൽ വളരെ പാടാണ് കഴിക്കാൻ. അന്നേരം ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നുണ്ട്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അന്നേരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാനിത് അന്നേരം ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ മറക്കാതെ നമ്മളെ ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ഫാമിലി മെമ്പേഴ്സുമായും ഒക്കെ ഷെയർ ചെയ്യുക. ടിൽ ദെൻ
ബൈ ബൈ.